നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീജിത്ത് ജി. എസ്ആർട്യൂഷൻസിന്റെ മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന പാഠമായിരുന്നു. അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ ആയിരുന്നു. അതിൽ നമുക്ക് ഇക്വേഷനും കിട്ടി. VC = 1/4πε0 p cos θ/r² എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഒക്കെ കിട്ടി. നമ്മൾ അതിന്റെ കേസസ് ഒക്കെ പഠിച്ചു. പൊട്ടൻഷ്യൽ അറ്റ് ആക്സിയൽ ലൈൻ എത്രയാണ്, പൊട്ടൻഷ്യൽ അറ്റ് ഇക്വറ്റോറിയൽ ഫീൽഡ് എത്രയാണ് എന്നുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, നോക്കാം. ഇലക്ട്രോൺ വോൾട്ട്. സിമ്പിൾ ആണ്, ആ പേരിൽ തന്നെ ഉണ്ട്. ഇലക്ട്രോൺ വോൾട്ട്. എന്താണ് ഇലക്ട്രോൺ വോൾട്ട് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് തുടക്കമാണ്, കുഞ്ഞു ടോപ്പിക്കാണ്. അപ്പോ ഒരു ഇലക്ട്രോൺ, ഇലക്ട്രോൺ നമുക്കറിയാം ചാർജ് എത്രയാണ്? 1.6 × 10⁻⁻19 കൂളം ആണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇത്തരത്തില് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്? സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോ എവിടെയോ ഒരു സ്ഥലത്തെത്തി, ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. നമുക്ക് ഇതുവഴിയാണ് ഇലക്ട്രോണിനെ പോകേണ്ടത്. അപ്പൊ ഇവിടത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 വോൾട്ട് ആണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഈ ഇലക്ട്രോൺ ഇങ്ങനെ സഞ്ചരിക്കുക. ഓക്കെ, ഇതാണ് ഇലക്ട്രോണിന്റെ പാത്ത്. ഇങ്ങനെ പോയി ഈ ഒരു ഇലക്ട്രോൺ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഈ ഒരു ഗ്യാപ്പിലൂടെ ഇലക്ട്രോൺ കടന്നു പോകുമ്പോൾ ഈ ഇലക്ട്രോണിന്റെ സ്പീഡ്, വെലോസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, അതങ്ങനെ തന്നെയല്ലേ നമ്മളിപ്പോ ഒരു എനർജിയും ഇല്ലാതെ സഞ്ചരിക്കുന്നതും അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് എനർജി കിട്ടുമ്പോൾ നമ്മുടെ സ്പീഡിന് എന്തുണ്ടാവും? വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഇതുപോലെ തന്നെ ഇലക്ട്രോൺ വളരെ പതിയെ നടന്നുകൊണ്ടിരുന്ന ഒരു ഇലക്ട്രോൺ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ എത്തിയപ്പോഴത്തേക്കും അതിന് കുറച്ച് എനർജി കിട്ടി. അതിന്റെ സ്പീഡ് എന്ത് ചെയ്തു? ട്രെമൻഡസ്ലി റാപ്പിഡ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ അതിന്റെ സ്പീഡ് കൂടി. ഓക്കെ, സ്പീഡ് കൂടി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് വെലോസിറ്റി ചേഞ്ച് ആയി. വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി വരുന്നുണ്ട്. ആരാണ്? കൈനറ്റിക് എനർജി എന്നൊരു ടേം വരുന്നുണ്ട്. കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോ ആരുടെ കൈനറ്റിക് എനർജി കൂടി? ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജിയും അവിടെ കൂടി. അപ്പൊ ഇത്തരത്തിൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന കൈനറ്റിക് എനർജിയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ വോൾട്ട്. Okay, it is the average kinetic energy acquired by an electron when it is flows through a potential difference of 1 volt. Okay, 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിലൂടെ ഒരു ഇലക്ട്രോൺ കടന്നു പോകുമ്പോൾ അതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ വോൾട്ട്. അത് മറക്കരുത്. ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറ് EV എന്നാണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ജൂൾ ആണ്. എനർജി അല്ലേ? എനർജി ആയതുകൊണ്ട് നമുക്ക് എന്തിൽ എഴുതാൻ പറ്റുള്ളൂ? ജൂളിലെ യൂണിറ്റ് എഴുതാൻ പറ്റുള്ളൂ. 1.6 × 10⁻⁻19 ജൂൾ ആണ് ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളോട് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറയാം? ഇലക്ട്രോൺ വോൾട്ടിൽ നിന്ന് ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയാം. അന്നേരം എന്ത് ചെയ്യണം? 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ച് ജൂളിൽ നിന്ന് ഇലക്ട്രോൺ വോൾട്ടിലേക്ക് മാറ്റാൻ പറഞ്ഞാലോ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 1.6 × 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ വേറൊരു വാല്യൂ കൂടി ഉണ്ട്, നമുക്ക് ജൂളിൽ പറയാം. ഒരു ജൂൾ എന്ന് പറയുന്നത് 6.25 × 10⁻18 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 6.25 × 10⁻18 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, അത് വേറൊന്നുമല്ല, 1/1.6 × 10⁻⁻19 ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് 6.25 × 10⁻18. ഓക്കെ, അപ്പോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is average kinetic energy acquired by an electron when it is close to a potential difference of 1 volt. ഓക്കെ, നോട്ട് നിങ്ങളുടെ ഉണ്ടോ? നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇലക്ട്രോൺ വോൾട്ട് ചോദിക്കാറുണ്ട് എക്സാംസിനൊക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള ആ ടേം പറഞ്ഞത്. അപ്പൊ ഇറ്റ്സ് ഇമ്പോർട്ടന്റ്. പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. അതായത് ഒന്നിലധികം ചാർജസ്. സിസ്റ്റം ഓഫ് ചാർജസ് എന്ന് പറയുമ്പോൾ തന്നെ പേര് തന്നെ ഉണ്ട്. എന്താ? അവിടെ കുറേയധികം ചാർജസ് ഉണ്ട്. അങ്ങനെ കുറെ ചാർജസ് ഇരിക്കുന്ന സ്ഥലത്തുണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഇതുപോലെ ഒരെണ്ണം നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രിക് ഫീൽഡ്സ് ആൻഡ് ചാർജസിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ അതിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. അതെ, ഇവിടെയും അത് തന്നെയാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. എന്താ? Electric potential due to system of charges. ഞാൻ വലുതായിട്ട് എഴുതുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നൊരു പരാതി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട്
വേണ്ട കുറച്ചുകൂടി വലുതാക്കിയേ, ഇത് ഇനി വലുതാക്കണമെങ്കിൽ പറയാം. ഓക്കെ, സിസ്റ്റം ഓഫ് ചാർജ്. അപ്പൊ അവിടെ ഒത്തിരി ചാർജസ് ഉണ്ട്, നമുക്ക് നോക്കാം. O എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് വിചാരിക്കും. ആ പോയിന്റിന് അബൌട്ട് ആയിട്ട് കുറെ ചാർജസ് ഉണ്ട്. ഇവിടെ ഒരു Q1 നിൽപ്പുണ്ട്, ഇവിടെ ഒരു Q2, Q3, Q4. ഡിസ്റ്റൻസ് ഒന്നും പ്രശ്നമല്ല, അത് വേരി ചെയ്യുന്നതാണ്. Q2ലേക്കുള്ള അതായിരിക്കില്ല Q3ലേക്ക്, അതായിരിക്കില്ല Q5ലേക്ക്. ഇങ്ങനെ എവിടെ വരെ പോവാ? അപ് ടു Qn വരെ ചാർജസ് റാൻഡംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പൊ എബൌട്ട് ഒരു പോയിന്റ് O എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ അകലത്തിലുള്ള പോയിന്റാണ് Q1, അതുപോലെയാണ് Q2, Q3, Q4. അപ്പൊ ഈ അകലവും നമുക്ക് മാർക്ക് ചെയ്യാം. Q1ലേക്ക്, Oയിൽ നിന്ന് Q1ലേക്കുള്ള അകലത്തിനെ നമുക്ക് R1 എന്ന് വിളിക്കാം. ഓക്കെ, അതുപോലെ Oയിൽ നിന്ന് Q2ലേക്കുള്ള ദൂരത്തിനെ R2, സിമിലർലി R3, R4, R5, etc. to Rn. ഇല്ലേ? സിമ്പിൾ ആണ്, ഇതിനകത്ത് വലിയ കഥയൊന്നുമില്ല. അപ്പോ ഒരു പോയിന്റ് ഉണ്ട്, അതിന് ചുറ്റും കുറെ ചാർജസ് ഇരിപ്പുണ്ട്. ഈ ചാർജസിലേക്കുള്ള അകലം നമ്മൾ മാർക്ക് ചെയ്ത് ചാർജസിനെ വിളിച്ചു Q1, Q2, Q3. അതിനുള്ള അകലം നമ്മൾ വിളിച്ചു R1, R2, R3. ഓക്കെ, ഇതില് നമുക്ക് ഓരോരുത്തരുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. നമുക്ക് പോയിന്റ് ചാർജ് കാരണമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ നോക്കാം. ഒന്നാമത് ആരുടെ Q1 എന്ന് പറയുന്ന ചാർജ് കാരണം ഓയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പൊ നമുക്ക് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് O ഡ്യൂ ടു ചാർജ് Q1. Q1 എന്ന് പറയുന്ന ചാർജ് കാരണം ഓയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര? അതിന് നമുക്ക് V1 എന്ന് വിളിച്ചൂടെ? V1 എത്രയാണ്? V1 ഈക്വൽ ടു 1/4πε0. നമ്മൾ പഠിച്ച ഫോർമുല ഇതാണ്, 1/4πε0 Q/R. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 1/4πε0. ചാർജ് Q1 ആണ്, ഡിസ്റ്റൻസ് R1 ആണ്, Q1/R1. ഓക്കെ, സിമിലർലി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് O ഡ്യൂ ടു Q2 വരില്ലേ? എന്ത് വരും? V2 is 1/4πε0 Q2/R2. സിമ്പിൾ ആണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോയത്. ഇങ്ങനെ ഇത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? V3, V4, V5 അങ്ങനെ പൊക്കട്ടെ. Vn is equal to 1/4πε0 Qn/Rn. So it is clear. സിമ്പിൾ ആണ്. ഓരോരുത്തരുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടോട്ടൽ പൊട്ടൻഷ്യലാണ് നമ്മൾ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. നെറ്റ് പൊട്ടൻഷ്യൽ V is equal to, എല്ലാരും കൂടി കൂട്ടിയാൽ പോരെ, ഓരോ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലും കൂട്ടിയാൽ പോരെ, V1 plus V2 plus V3 plus etc. plus Vn. ഓക്കെ, അപ്പോൾ നോക്കാം. V is equal to V1 എത്രയാണ്? 1/4πε0 Q1/R1. അതുപോലെ V2 1/4πε0 Q2/R2 plus etc. plus എവിടെ എത്തി നമ്മൾ? 1/4πε0 Qn/Rn. ഓക്കെ, ഇതൊരു എഴുതാമല്ലോ. ഇതൊരു എഴുതി ക്ലിയർ ആണല്ലോ. അപ്പൊ എനിക്ക് അവിടെ സ്ഥലത്തിന് കുറച്ച് പരിമിതിയുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ ഫിഗർ ഒന്ന് മാറ്റിയാണ്. ഫിഗർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. O എന്ന് പറയുന്ന ഒരു ചാർജ്, അതിന് ചുറ്റും കുറെ O എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിന് ചുറ്റും കുറെ ചാർജസ്, അത് ഒരു പർട്ടിക്കുലർ അകലത്തിൽ ഇരിപ്പുണ്ട്. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ഇതൊന്ന് മാറ്റിയാണ്, ഫിഗർ മാറ്റിയാണ്. നമ്മൾ നെറ്റ് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നേ. ഇവിടെ കോമൺ ആയിട്ട് ആരെ പുറത്തെടുത്ത് വെക്കാം? നോക്കാം. V is equal to 1/4πε0 കോമൺ ആയിട്ട് അങ്ങ് പുറത്തെടുത്തൂടെ? 1/4πε0 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്? Q1/R1 plus Q2/R2 plus Q3/R3 plus etc. plus Qn/Rn. ഇങ്ങനെ കിട്ടും അല്ലേ? സിമ്പിൾ അല്ലേ? എന്ത് ചെയ്തു? കോൺസ്റ്റന്റ് ആയിട്ട് 1/4πε0 എടുത്ത് പുറത്തിട്ടു, ബാക്കി എല്ലാവരും ആഡ് ചെയ്യും. V is equal to 1/4πε0. അപ്പൊ ഇത് തന്നെയാണ് അവിടുത്തെ എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ജനറൽ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, എങ്ങനെ ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കുക? നമ്മൾ അന്ന് അവിടെ ജനറൽ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി. കോൺസ്റ്റന്റ് പുറത്തിടാം, 1/4πε0. ഇനിയുള്ളത് ഒരു സബ്മേഷൻ ആണ്, ആഡിങ് ആണ്. എല്ലാവരും കൂടി ആഡ് ചെയ്തതല്ലേ? എല്ലാവരും കൂടി ആഡ് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമ്മൾ ആരെ എഴുതാറ്? സിഗ്മ എന്നുള്ള സൈൻ എഴുതാറ്, സിഗ്മ. ഓക്കെ, അവിടെ വേരിയബിൾസ് നോക്കാം. Q1, 2, 3, 4 പൊക്കോണ്ടിരിക്കുകയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ സമയം QI എന്ന് കൊടുക്കാം. I ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ 1, 2, 3, 4, 5 അവിടെ നമുക്ക് ജനറലി R-ന് I എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വേരിയബിൾ ആരാണ്? I ആണ് വേരിയബിൾ. Iക്ക് എവിടം തൊട്ട് എവിടം വരെയുള്ള വാല്യൂസ് എടുക്കാം? 1 മുതൽ n വരെയുള്ള വാല്യൂസ് എടുക്കാം. സോ അതിവിടെ അസൈൻ ചെയ്യാം. I is equal to 1 to n. നമ്മൾ അവിടെ 2 to n ആയിരുന്നു കേട്ടോ.
അതിനെ ഓർത്ത് കൺഫ്യൂസ് ആക്കരുത്. അവിടെ അങ്ങനെ പറ്റുള്ളൂ, ഇവിടെ 1 to n ആണ്. So this is the equation അല്ലെങ്കിൽ this is the principle of superposition for electric potential. എന്താണ്? V is equal to 1 by 4 pi epsilon 0 sigma I is equal to 1 to n QI by RI. അപ്പൊ അത് വായിക്കേണ്ടത് അങ്ങനെയാണ്, അത് വായിച്ച് കൊളാക്കി കളയരുത്. V is equal to 1 by 4 pi epsilon 0 sigma I is equal to 1 to n QI by RI. This is the principle of superposition. എവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉള്ള പ്രിൻസിപ്പൽ ഓഫ് സൂപ്പർപോസിഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസിന്റെ ഇക്വേഷൻ ആണിത്. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് ഷെൽ. നമ്മുടെ ഗോസസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഷെൽ, ചാർജ്ഡ് ഷെൽ അല്ലെങ്കിൽ ചാർജ്ഡ് സ്പിയറിന്റെ, മെറ്റാലിക് സ്പിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനും അവിടുത്തെ ഗോസസ് തിയർ ബേസ് ചെയ്യാനും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ. ഷെൽ എന്ന് പറയുന്ന ആ രീതിയിലാണ്, സ്പെറിക്കൽ ഷെൽ ആണ്, ഒരു മെറ്റാലിക് ഷെല്ല്. അപ്പൊ നമുക്ക് അതിന്റെ ഫിഗർ ആദ്യം ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, എങ്ങനെ ഇരിക്കും നോക്കാം. ഇതിൽ വലിയ ഡെറിവേഷൻ ഒന്നും അല്ല, കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. കാരണം ഇതിനകത്ത് ഇക്വേഷൻ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഒരു മെറ്റാലിക് ഷെൽ, ഒരു സ്പെറിക്കൽ ഷെല്ലിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഷെല്ലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്. അപ്പൊ ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള ഒരു സ്പെറിക്കൽ ഷെല്ലിനെ കൺസിഡർ ചെയ്തു. നമ്മൾ അതിനെ എങ്ങനെ കൺസിഡറേഷൻ പറയും? കൺസിഡർ എ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ. ഓക്കെ, ലെറ്റ് പ്ലസ് ക്യൂ ബി എ ചാർജ് വിച്ച് ഈസ് യൂണിഫോംലി distributed over the spherical shell. ഈ ഷെല്ലിന്റെ മുകളിലെ ഒരു പ്ലസ് ക്യൂ ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിഗർ നോട്ട് കിട്ടിയിരിക്കും. അവിടെ പ്ലസ് ക്യൂ 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 എല്ലാവരും എഴുതിയിരിക്കുക. ഞാനിപ്പോ തൽക്കാലം എഴുതിയില്ലാന്നുള്ളൂ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പുറത്തുള്ള ഒരു പോയിന്റിൽ എത്രയുണ്ട് പൊട്ടൻഷ്യൽ, സർഫസിൽ, ഈ ഷെല്ലിന്റെ സർഫസിൽ എത്രയുണ്ട് പൊട്ടൻഷ്യൽ, ഇതിനകത്ത് എത്രയുണ്ട് പൊട്ടൻഷ്യൽ, ഈ 3 കണ്ടീഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി പുറത്തൊരു പോയിന്റ് കൂടി വേണ്ടേ? ലെറ്റ് O be any point at a distance r from the center of the shell. ഷെല്ലിന്റെ സെന്ററിൽ നിന്നും r ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റ് ആണ് നമ്മുടെ O എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ഉൾപ്പെടുന്ന ഒരു സ്ഫെറിക്കൽ ലൂപ്പ് കൂടി കൺസിഡർ ചെയ്യാം. അത് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ സെന്ററിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 റീജിയൻസ് ഉണ്ട്. ഒന്ന് അറ്റ് O, ഒന്ന് അറ്റ് ദ സർഫസ്, ഒന്ന് ഇൻസൈഡ് ദ സ്പിയർ. ഓക്കെ, അപ്പൊ നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് O എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് പോയിന്റിലെ, ഔട്ട്സൈഡ് ദ ഷെൽ ആണത് കേട്ടോ, ഔട്ട്സൈഡ് ദ ഷെൽ അവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്ര എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താ? V is equal to 1 by 4 pi epsilon 0 Q by എത്രയാണോ ഡിസ്റ്റൻസ് അതാണ് എഴുതേണ്ടത്. എത്രയാണ് ഔട്ട്സൈഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ്? O എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R അല്ലേ, സ്മോൾ r അല്ലേ? സോ എഴുതി equal to 1 by 4 pi epsilon 0 Q by R. Similarly നമുക്ക് എഴുതാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at the surface. സർഫസ് ഈ പോയിന്റ്, ഇവിടെ വേണം പോയിന്റ് പേരൊക്കെ കൊടുക്കാൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ. എനിക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫിഗറിൽ ഞാൻ ഇവിടെ അറ്റ് പോയിന്റ് പി എന്ന് എഴുതേക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ തിരിച്ച് എഴുതുകയാണ്. അന്ന് അറ്റ് പോയിന്റ് പി ഫിഗർ എന്ന് പറയാൻ ഞാൻ തന്ന നോട്ടില് ഇവിടെ ഞാൻ പി എടുത്തേക്കുന്നത്, സെന്ററിനെയാണ് O എന്ന് എടുത്തേക്കുന്നത്. അതിനെ ഇനി കൺഫ്യൂസ് ആക്കരുത്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പി ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. പുറത്തുള്ള പോയിന്റ് അത് O എന്നോ P എന്നോ X എന്നോ Y എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാമെന്ന് കുഴപ്പമില്ല. ഇപ്പൊ സെന്ററിന് O എടുത്ത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താ? സർഫസിൽ എത്ര ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്? സർഫസ് വരെയുള്ള ദൂരം എത്ര? റേഡിയസ് അല്ലേ, റേഡിയസ് എത്ര? ക്യാപിറ്റൽ ആർ അല്ലേ. സോ V is equal to 1 by 4 pi epsilon 0 Q by capital R. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഇനിയുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെന്റർ. ഒരു കാര്യം ഓർത്തോണം, ഞാൻ ഇവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ EP എന്നൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എന്നിട്ട് ഇമെയിൽ ഐഡി പോലെ എഴുതി കളയരുത്. നിങ്ങൾ എഴുതുമ്പോൾ അത് ഫുൾ ആയിട്ട് തന്നെ എഴുതണം കേട്ടോ. അടുത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ. സെന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് ദി ഷെല്ലാണ്. അപ്പൊ അത് ചോദിക്കാറുണ്ട്, എടുത്ത് ചോദിക്കാറുണ്ട്. ഔട്ട്സൈഡ് ദ ഷെൽ എങ്ങനെ, ഇൻസൈഡ് ദ ഷെൽ എങ്ങനെ? ഇൻസൈഡ് ദ ഷെൽ, ഇതിനുള്ളിൽ, ഷെല്ലിനുള്ളിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണ്?
അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ പഠിച്ചിട്ടുണ്ട്, ഔട്ട്സൈഡ് ഉണ്ട്, സർഫസിലുണ്ട്, ഇൻസൈഡ് എന്ന് പറയുന്നത് 0 ആണ്. ഷെല്ലിനകത്ത് മെറ്റാലിക് ഷെല്ല് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. എന്നാൽ നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ കേസിൽ സ്പെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ട്, അത് 0 അല്ല. എത്രയാണെന്നറിയാവൂ? സർഫസിൽ എത്രയാണോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അത്രയും തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എവിടെയുണ്ട്? ആ സ്പിയറിന്റെ ഉള്ളിലുണ്ട്. ഓക്കെ, സർഫസിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് സെയിം ആയിരിക്കും എവിടുത്തെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, സെന്ററിലെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സോ എത്രയായിരിക്കും? സർഫസിൽ എത്രയാ? Q by capital R അല്ലേ? സോ എഴുതാം V is equal to 1/4πε0 Q by capital R. ഓക്കെ, അപ്പോ അതിൽ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സർഫസ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സെന്റർ അല്ലെങ്കിൽ ഇൻസൈഡ് ദി ഷെല്ലിന് ഈക്വൽ ആയിരിക്കും. അങ്ങനെ ഒരു കൺസെപ്റ്റ്, അങ്ങനെ ഒരു ഐഡിയ നമുക്ക് എവിടെ കിട്ടുന്നുണ്ട്? ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കിട്ടുന്നുണ്ട്. ഇത് ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മളിങ്ങനെ ഇക്വേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ, അതിനകത്തല്ല അത് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നിങ്ങൾ അതിന്റെ കൺസിഡറേഷൻ, പ്രോപ്പർ ഫിഗർ, അതിന്റെ ഇക്വേഷൻസ്, അപ്പൊ ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിപ്പോ പഠിച്ച സാധനം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്ന സാധനം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ആയിരുന്നു. ഇനി പഠിക്കാൻ പോകുന്ന സാധനം പൊട്ടൻഷ്യൽ എനർജിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉയരം കൊണ്ടോ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടോ ഒക്കെ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പക്ഷെ ഇലക്ട്രിസിറ്റിയുടെ കേസിലുള്ള പൊട്ടൻഷ്യൽ എനർജി അതല്ല. അപ്പൊ അതാണ് നമുക്ക് നോക്കേണ്ടത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ്. സംഭവം നമ്മുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യലിന് സെയിം തന്നെയാണ്. കുറെ ചാർജസ് ഇരിപ്പുണ്ട് എങ്കിൽ ആ ചാർജസിനെ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന്, ഇൻഫിനിറ്റിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമോ നമുക്ക് നമ്മുടെ ഗിവൺ പൊസിഷനിലേക്ക്, ഇപ്പോഴിരിക്കുന്ന ഗിവൺ പൊസിഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എത്ര വർക്ക് ചെയ്യുമോ അത്രയുമാണ് അതിന്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുക. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള വർക്ക് എനർജി തിയറി ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ, നെറ്റ് വർക്ക് ഡൺ വിൽ ബി സ്റ്റോർഡ് ആസ് ഇറ്റ്സ് എനർജി. അത് തന്നെയാണ് ഇവിടെ നടക്കുക. അപ്പോ ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് ചാർജസ് പറയുന്നത് ഇതാണ്. It is the work done to align or fixing some charges at their fixed positions or at definite positions while we transferring it from infinity or any other unspecified positions. ഏതെങ്കിലും അൺസ്പെസിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും പൊസിഷനിൽ നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പഠിച്ച ആ സെയിം ഡെഫിനിഷൻ പഠിച്ചാലും മതി. സോ വർക്ക് ഡൺ ടു ബ്രിങ് the charges from infinity to given position. This work done will be stored as its potential energy. Okay, അപ്പൊ ഇൻഫിനിറ്റിന്നോ എവിടെ നിന്നെങ്കിലും നമ്മൾ കൊണ്ടുവരുന്ന ചാർജസിന് ഒരു പർട്ടിക്കുലർ പൊസിഷൻസിൽ എന്ത് ചെയ്യാം, ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കാണ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, V is equal to W/Q എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടെ പറയുമ്പോൾ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി. സോ W is equal to V into Q. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആണ്? വർക്കിന് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V into Q. അവിടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പൊട്ടൻഷ്യൽ എനർജി കിട്ടുക. മറക്കരുത്, പൊട്ടൻഷ്യൽ എനർജി യൂണിറ്റിന്റെ ജൂൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ടിലൊക്കെ നമുക്ക് എഴുതാം. ഡ്യൂ ടു എ സിംഗിൾ ചാർജ് എന്ന് വെച്ചാൽ അല്ലാതെ പോയിന്റ് ചാർജ്, ഒറ്റയ്ക്കുള്ള ഒരു ചാർജ്, അതല്ലേ നമ്മുടെ പോയിന്റ് ചാർജ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എത്ര എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇരിപ്പുണ്ട്, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇരിപ്പുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് E നമുക്ക് മാർക്ക് ചെയ്യാം. അവിടെ എവിടെ ഇരിക്കുന്ന ഒരു ചാർജാണ് നമ്മുടെ Q എന്ന് പറയുന്നത്. അവിടെ ഉള്ള പൊട്ടൻഷ്യലാണ് V എന്ന് പറയുന്നത്. അങ്ങനെയായിട്ട് നമ്മൾ ഇപ്പൊ പഠിച്ച സെയിം ഫോമിൽ തന്നെയല്ലേ വരുള്ളൂ. ഈ ചാർജിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി, എവിടെയെങ്കിലും ഇരുന്നൊരു ചാർജ് ആയിരിക്കില്ലേ, ആ ചാർജിനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്ക് ഡൺ എത്രയാണോ ആ വർക്ക് ഡൺ ആണ് ഇവിടത്തെ എന്തെന്ന് പറയുന്നത്, ആ ചാർജിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ചാർജ് Q is equal to the work done by the charge Q. Okay, ആ ചാർജ് ക്യൂവിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അത് ചെയ്ത വർക്ക് ഡണ്ണിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്ന യു എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന യു എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്, ക്യാപിറ്റൽ യു.
അല്ലാതെ പി എന്നിട്ടാലും കുഴപ്പമില്ല, പൊട്ടൻഷ്യൽ എനർജി എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിച്ച് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന് ഈക്വൽ ആണ്. അപ്പോ ഇവിടുത്തെ പൊട്ടൻഷ്യൽ വി ആണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി ആണ്, ചാർജ് ക്യൂ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എത്രയായിരിക്കും? വി ഇൻറ്റു ക്യൂ. അത് നമ്മളവിടെ കണ്ടതാണ്, നമുക്കറിയാം W is equal to V is equal to W by Q. അങ്ങനെയെങ്കിൽ W is equal to VQ. സോ ഇവിടെ എഴുതിക്കൂടെ പൊട്ടൻഷ്യൽ എനർജി W is equal to V into Q. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു എ സിംഗിൾ ചാർജ് ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. എത്രയാണ്? ഇറ്റ് ഈസ് P is equal to അല്ലെങ്കിൽ U is equal to എന്ത്? VQ. യു എന്നല്ലാതെ W എന്ന് വേണമെങ്കിൽ എഴുതാം, കാരണം നമ്മൾ ചെയ്ത വർക്ക് ഡൺ ആണ് എന്തായിട്ട് മാറുക? അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുക. ഇനി ഇതിൽ തന്നെ നമുക്ക് വേറൊരു മാറ്റം നോക്കി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് ടു ചാർജസ്. രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ, ഞാൻ ഡൈപോൾ എഴുതാൻ പറ്റുമോ? നമുക്ക് ഡൈപോൾ അല്ല, നമ്മൾ രണ്ട് ചാർജിനെ എടുക്കുന്നത്, അല്ലാത്ത രണ്ട് ചാർജിനെ എടുക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ രണ്ട് കണ്ടീഷൻ നമുക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് രണ്ടും പഠിക്കാം. ഓക്കെ, ആദ്യം Q1 എന്ന് പറയുന്ന ഒരു ചാർജ്, Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V1, ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2. അപ്പൊ ഞാൻ ഇവിടെ എന്ത് വരച്ചിട്ടില്ല? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വരച്ചിട്ടില്ല. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിൽ അല്ലാതിരിക്കുന്ന രണ്ട് ചാർജുകളാണ് Q1 ഉം Q2 ഉം. ഈ Q1 എന്ന് പറയുന്ന ചാർജ് ഫിക്സഡ് ആണ്, Q2 എന്ന് പറയുന്ന ചാർജ് മൂവബിൾ ആണ്. ഓക്കെ, Q1 എന്ന് പറയുന്ന ഫിക്സഡ് ആണ്, Q2 എന്ന് പറയുന്ന മൂവബിൾ ആണ്. അങ്ങനെയെങ്കിൽ ഈ Q1 എന്ന് പറയുന്ന ചാർജിന് Q2ലേക്ക് ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കൊടുക്കാൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ. എത്രയായിരിക്കും അത് കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് Q2 ഡ്യൂ ടു Q1 എന്ന് പറയുന്ന ചാർജ് കാരണം Q2 ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും എന്നുള്ളത്. ഓക്കെ, അത് Q1 കൊടുക്കുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ്. സോ ഇസ് V1 is equal to 1/4πε0. ചാർജ് എത്രയാണ്? Q1 ബൈ എത്രയാണ് ഈ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തില്ല അല്ലേ? അപ്പൊ 1 ഉം 2 രണ്ട് ചാർജുകളിലാണ്, നമുക്ക് R12 എന്ന് വിളിക്കാം. ആ ഡിസ്റ്റൻസ് ഞാൻ വിട്ടുപോയതാണ്, ആ ഡിസ്റ്റൻസ് R12 എന്ന് വിളിക്കാം. അങ്ങനെ 1/4πε0 Q1 ബൈ R12 എന്ന് നമുക്ക് എഴുതാം. ഇപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിച്ചേ? Q2 ൽ കൊടുക്കാൻ പറ്റുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. ഓക്കെ, Q1 മൂവ് ചെയ്യില്ല, Q2 ൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി Q2 ഞാൻ മൂവ് ചെയ്ത് Q1 അടുത്തേക്ക് കൊണ്ടുവരാണെന്ന് വെച്ചു. Q2 മൂവ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മൾ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കുന്നത്, then there will be a work done. അവിടെ ഒരു വർക്ക് ചെയ്തു. ആര് വർക്ക് ചെയ്തു? Q2 എന്ന് പറയുന്ന ചാർജ് ഒരു വർക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് Q2 കൊണ്ടുവന്നു. ഓക്കെ, അടുത്ത് കണ്ടുപിടിക്കാം. വർക്ക് ഡൺ ടു മൂവ് അല്ലെങ്കിൽ വർക്ക് ഡൺ ടു ബ്രിങ് the charge Q2 towards Q1. Q2-നെ Q1 അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ടുന്ന വർക്ക് എത്ര? വർക്ക് ഡൺ എത്ര? നമുക്ക് നോക്കാം. വർക്ക് ഡൺ എത്രയാണ്? W is equal to, നമുക്കറിയാം ഫോർമുല എങ്ങനെയാണ്? നമ്മുടെ ഫോർമുല എങ്ങനെ പഠിച്ചിട്ടുള്ളത്? V is equal to W by Q എന്നും W is equal to V into Q എന്നുമാണ് അല്ലേ? അപ്പൊ W is equal to VQ. അപ്പൊ ഇവിടെ നമ്മൾ കൊണ്ടുവരുന്ന ചാർജ് ആരാ? Q2 അല്ലേ? സോ Qന് പകരം ആരെ എഴുതാം? Q2. ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? എത്രയാണ്? V1 ആണ്. അപ്പൊ Vക്ക് പകരം ആരെ എഴുതാം? V1 എഴുതാം. സോ അവിടുത്തെ വർക്ക് ഡൺ ടു ബ്രിങ് ദ ചാർജ് Q2 towards Q1. Q2 എന്ന് പറയുന്ന ചാർജിനെ Q1 അടുത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ W is equal to എങ്ങനെ എഴുതാം? V1 into Q2. ഓക്കെ, എഴുതിക്കൂടെ? നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 വിളിക്കാം. അപ്പൊ നമുക്ക് അവിടെ ഉപകാരപ്പെടും. ഓക്കെ, V1 into Q2 എന്ന് വിളിക്കും. ഇതിന് ഇക്വേഷൻ 2 വിളിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 1 in 2, ഒന്നിനെടുത്ത് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും നോക്കാം. W is equal to V1 ന് പകരം ആര് എഴുതാം? നമുക്ക് 1/4πε0 Q1 by R12. ഇനി ആരാ ഉള്ളത്? ഒരു Q2. കമ്പൈൻ ആവുമ്പോ എന്തായി? W is equal to 1/4πε0 Q1 Q2 by R12. Okay, this is the work done. Work done എന്തായിട്ട് സ്റ്റോർ ആവുമെന്ന് നമ്മൾ പഠിച്ചേ? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ആവുമെന്നാണ് പഠിച്ചത്. സോ U അല്ലെങ്കിൽ P എന്നിട്ടാ മതി പൊട്ടൻഷ്യൽ എനർജി. U is equal to 1/4πε0 Q1 Q2 by R12. ചില ടെക്സ്റ്റിൽ U ഇട്ടിട്ടുണ്ട്, ചിലത് ഇട്ടിട്ടില്ല, അതൊന്നാ പറയുന്നത്.
അപ്പൊ നിങ്ങൾക്ക് അത് എങ്ങനെയാണോ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഇടുക. Q is equal to 1 by 4 pi epsilon 0 Q1 Q2 by R12. എന്താണ് ഇപ്പൊ നമുക്ക് കിട്ടിയ സാധനം? ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് 2 ചാർജസ്. 2 ചാർജ് കാരണം ഒരിടത്ത് ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് കിട്ടിയത്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതെന്താണ്? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരിക്കുന്ന എന്തല്ല ചാർജ് അല്ല, അല്ലാതെ പ്ലെയിൻ ആയിട്ട് ഒരു ഫ്രീ സ്പേസിൽ ഇരിക്കുന്ന ചാർജാണ്. ഇനി നമുക്ക് എന്തുകൂടിയുണ്ട് പഠിക്കാൻ? ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഇരിക്കുന്നതും കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഇക്വേഷൻ ഞാൻ താഴെ എഴുതിയത് ക്ലിയർ എല്ലാം തോന്നുന്നു. ഞാൻ മുകളിലേക്ക് മാറ്റി എഴുതുന്നതാണ്. നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെയാണ്? The potential energy due to system of 2 charges in the equation U is equal to 1 by 4 pi epsilon 0 Q1 Q2 by R12. Okay, this is clear. Then ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഇതേ കേസിന്റെ തന്നെ എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇരുന്നാൽ എന്ത് വ്യത്യാസം വരും എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൂടി നമുക്ക് വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ നേരത്തെ വരച്ച പോലെ വേറെ മാറ്റമൊന്നുമില്ല. ഒരു ഇലക്ട്രിക് ഫീൽഡ് കൂടി ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കൂടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 ചാർജസിനെയും എന്ത് ചെയ്യേണ്ടി വരുന്നു? സെപ്പറേറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ടുപേരുടെ വർക്ക് ഡൺ നമുക്ക് നോക്കണം. Q1 ചെയ്യുന്ന വർക്ക് ഡൺ, Q1 ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് വർക്ക് ഡൺ ബൈ, ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും അറിയില്ല, വർക്ക് ഡൺ ബൈ Q1, ചാർജ് Q1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം വർക്ക് ഡൺ W = V × Q. അവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? V1 ആണ്. അവിടുത്തെ ചാർജ് എത്ര? Q1 ആണ്. അപ്പോ Q1 V1 ആണ്. ആര് ചെയ്ത വർക്ക് ഡൺ? നമ്മുടെ ഒന്നാമത്തെ ചാർജ് Q1 ചെയ്ത വർക്ക് ഡൺ. ഇനി Q2 ചെയ്യുന്ന വർക്ക് ഡൺ, അവിടെ ഒരു ടെസ്റ്റ് ഉണ്ട്. ഒന്ന് Q2 V2, അതിന് മാറ്റമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം Q2 അടുത്ത ചാർജ്, V2 അടുത്ത പൊട്ടൻഷ്യൽ, സോ Q2 V2. ഇതിന് പുറമെ നമ്മുടെ ഈ Q1 ചാർജ് ഫിക്സഡ് ആണ്. അതുപോലെ അല്ല Q2 മൂവബിൾ ആണ്. Q2 മൂവബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ എന്തും വരുന്നുണ്ട്? ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വരുന്നുണ്ട്. ബ്രിങ് വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ ഗിവൺ പോയിന്റ്, അല്ലെങ്കിൽ വൺ ഫിക്സഡ് പോയിന്റ് ടു അനദർ ഫിക്സഡ് പോയിന്റ്. ഇവിടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരല്ലേ? അപ്പൊ ഇതിനൊരു പൊട്ടൻഷ്യൽ കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റും. ആ പൊട്ടൻഷ്യൽ നമ്മൾ തൊട്ട് മുന്നേ ഡെറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 1 by 4 pi epsilon 0 Q1 Q2 by R12. അത് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോ ഇവിടത്തെ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുമ്പോ എത്രയായിരിക്കും? ആഡ് ചെയ്യാം. Q1 V1 പ്ലസ് Q2 V2 പ്ലസ് 1 by 4 pi epsilon 0 Q1 Q2 by R12. ഈ വർക്ക് ഡൺ ആണ് ഇവിടെ എന്തായിട്ട് സ്റ്റോർ ആവുക? പൊട്ടൻഷ്യൽ എനർജിയായിട്ട് സ്റ്റോർ ആവുക. അപ്പൊ ഇത്രേ മാറ്റുള്ളൂ. എന്ത് കണ്ടുപിടിക്കുക? സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. ഇവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക Q1 V1, ഇവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക Q2 V2. അവിടെ അത് മാത്രമല്ല, മൂവ് ചെയ്യുന്നതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ കൂടിയുണ്ട്. സോ 1 by 4 pi epsilon 0 Q1 Q2 by R12. അത് രണ്ടും കൂടി ചേർന്നതാണ് Q2 ടോട്ടലി 3 പേരെ കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. പൊട്ടൻഷ്യൽ എനർജി U is equal to എന്താ? Q1 V1 പ്ലസ് Q2 V2 പ്ലസ് 1 by 4 pi epsilon 0 Q1 Q2 by R12. ഓക്കെ, എങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, എങ്കിലും ഉണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതൊന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് 2 ചാർജസിലെ രണ്ടാമത്തെ കണ്ടീഷൻ, ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ആദ്യം പഠിച്ചത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫീൽഡ്. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്തതിലേക്ക് പോകാം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ എനർജി ഓഫ് സിസ്റ്റം ഓഫ് 3 ചാർജസ് ആണ്. 3 എണ്ണം ഇരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോ പഠിച്ചത് സിംഗിൾ ചാർജ് പഠിച്ചു, അത് കഴിഞ്ഞ് 2 ചാർജ് പഠിച്ചു, ഇനി 3 ചാർജ് നോക്കാം. Q1 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്, Q2 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്, Q3 എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ ഉണ്ട്. അതിന് നമുക്ക് ടൈറ്റിൽ എഴുതാം. എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് 3 ചാർജസ്. 3 ചാർജ് ഇരുന്നാലുള്ള ഇവിടെ പൊട്ടൻഷ്യൽ എനർജി. ഞാൻ എന്താ മാർക്ക് ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ അവിടെ കിട്ടിയാൽ നമുക്ക് സോ നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്യും. Q1 ഉം Q2 ഉം തമ്മിലുള്ള അകലത്തിനെ നമുക്ക് R12 എന്ന് വിളിക്കാം. Q1 ഉം Q3 ഉം തമ്മിലുള്ള അകലത്തിനെ R13 എന്ന് വിളിക്കാം. ഇതിനെ R23 എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ രണ്ടുപേരുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള പരിപാടി നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇത് ആബ്സെൻസ് ഓഫ് ഫീൽഡ് ആണ്, ഫീൽഡൊന്നുമില്ല. എങ്ങനെയാണ്? Q1 ഉം Q2 സിസ്റ്റം ഓഫ് 2 ചാർജസിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ പഠിച്ചിട്ടുണ്ട്? V12 എത്രയാ? 1 by 4 pi epsilon 0 Q1 Q2 by R12. അതായത്
പൊട്ടൻഷ്യൽ എനർജി വി കൊണ്ടും അല്ല, നമ്മൾ കണ്ടുപിടിക്കുന്ന പൊട്ടൻഷ്യൽ എനർജി യു ഉണ്ട് കേട്ടോ. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് 2 ചാർജസ്. ആരൊക്കെ ചാർജസ്? Q1 Q2, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു ദ ചാർജസ് Q1 ആൻഡ് Q2. പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു Q1 ആൻഡ് Q2, അതാണ് യു ഉണ്ട് 1/4πε0 Q1 Q2 R ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ സിമിലർലി U13 കണ്ടുപിടിക്കാൻ പറ്റൂലേ? ആരൊക്കെ? Q1 ഉം Q3 ഉം കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ത് കിട്ടും? 1/4πε0 Q1 Q3 R13. ഇതുപോലെ ഇനിയും കണ്ടുപിടിക്കാൻ പറ്റും. 2 ഉം 3 ഉം തമ്മിലുള്ളത് U23 1/4πε0 Q2 Q3 R23. ക്ലിയർ അല്ലേ? ഇപ്പൊ ഇവര് മൂന്നുപേര് തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. ഇപ്പൊ നെറ്റ് പൊട്ടൻഷ്യൽ കിട്ടൂലേ? നെറ്റ് പൊട്ടൻഷ്യൽ എനർജി എത്ര വരും? U is equal, അത് നമുക്ക് U എന്ന് വിളിക്കാം. U is equal to ആഡ് ചെയ്താൽ പോലെ U12 plus U13 plus U23. U is equal to 1/4πε0 Q1 Q2 R12 plus 1/4πε0 Q1 Q3 R13 plus 1/4πε0 Q2 Q3 R23. ഇവരെ മൂന്നുപേരെ തമ്മിൽ ആഡ് ചെയ്തു. ഇതിനെ ആഡ് ചെയ്തു. ഓക്കെ, ജനറൽ എക്സ്പ്രഷൻ കിട്ടുമല്ലോ. കോൺസ്റ്റന്റ്സിന്റെ അടുത്ത് പുറത്തിട്ടാ പോരെ. കോൺസ്റ്റന്റ് ആരാ? 1/4πε0 മാത്രമേ ഉള്ളൂ. അപ്പൊ U is equal to 1/4πε0 Q1 Q2 R12 plus Q1 Q3 R13. അതിപ്പോ തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല കേട്ടോ. Q2 Q3 R23. R13 നിന്നും വായിക്കരുത്, R13 R23. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇവിടത്തെ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സിസ്റ്റം ഓഫ് 3 ചാർജസ് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇതിനകത്ത് വലിയ കഥകളൊന്നുമില്ല, അത്രേ ഉള്ളൂ. ഇതോടുകൂടി നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ആദ്യത്തെ 3 കേസുകൾ, പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് പഠിച്ചു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിംഗിൾ ചാർജ്, പിന്നെ 2 ചാർജ്, പിന്നെ 3 ചാർജ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.